കേരള സ്റ്റോറി 2 ചിത്രത്തിന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിൽ സ്റ്റേ ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ നൽകിയ അപ്പീൽ വിധി പറയൽ മാറ്റി. വാദം പൂർത്തിയായ ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാനായി മാറ്റിയത്. രാത്രി തന്നെ ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ചിത്രത്തിന്റെ റിലീസ്. ഇന്ന് അനുകൂല വിധി വന്നില്ലെങ്കിൽ ചിത്രം നാളെ റിലീസ് ചെയ്യാൻ സാധിക്കില്ല. കേരളത്തെ കരിവാരിത്തേക്കുന്ന ചിത്രമാണിത് എന്നാണ് ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കിയത്. സിനിമ കണ്ട് വിലയിരുത്താനുള്ള സിംഗിൾ ബെഞ്ചിന്റെ താൽപര്യം നിർമ്മാതാക്കൾ അംഗീകരിച്ചില്ല. നിർമ്മാതാക്കൾ ആവശ്യം അംഗീകരിച്ചുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നും ഹർജിക്കാരൻ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെയും സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പാലിക്കാതെയുമാണ് സിനിമ റിലീസിന് സിംഗിൾ ബെഞ്ച് സ്റ്റേ ഏർപ്പെടുത്തിയതെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ചിത്രത്തിന്റെ പേര് കലാകാരന്റെ സ്വാതന്ത്ര്യമാണെന്നും കേരളത്തെ അപമാനിക്കുന്നതല്ല ചിത്രമെന്നുമാണ് നിർമ്മാതാക്കൾ വാദിച്ചത്. റിലീസ് മുടങ്ങിയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും നിർമ്മാതാക്കൾ കോടതിയെ ബോധിപ്പിച്ചു. ഇന്ത്യയിൽ മാത്രം 1500 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. വിദേശത്ത് 375 സ്ക്രീനുകളിലും ചിത്രം പ്രദർശിപ്പിക്കും. അതുകൊണ്ട് റിലീസിംഗ് മുടങ്ങുകയാണെങ്കിൽ അത് വലിയ നഷ്ടമുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചു. സിംഗിൾ ബെഞ്ചിൽ വാദം നടന്നപ്പോൾ സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വാദിച്ചത്. സിംഗിൾ ബെഞ്ചിൽ വാദം നടന്നപ്പോൾ സെൻസർ ബോർഡ് നിർമ്മാതാക്കൾക്കു വേണ്ടിയാണ് പ്രധാനമായും വാദിച്ചത്. സിനിമയുടെ പേര് മാറ്റേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സെൻസർ ബോർഡിന്റേത്. എന്നാൽ ഡിവിഷൻ ബെഞ്ചിൽ കേസെത്തിയ സമയത്ത് സെൻസർ ബോർഡ് ഒരു വാദം പോലും ഉന്നയിച്ചില്ലെന്നാണ് ശ്രദ്ധേയം. അഡീഷണൽ സോളിസിറ്റർ ജനറലായ സുന്ദരേശവനാണ് സെൻസർ ബോർഡിനു വേണ്ടി കോടതിയിൽ ഹാജരായത്. തനിക്ക് ഒന്നും പറയാനില്ലെന്നും സാന്നിധ്യം മാത്രം രേഖപ്പെടുത്തിയാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇന്നു തന്നെ സിനിമ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നിയമപോരാട്ടം തുടരും.